വൈദികരിൽ തന്നെ സന്യാസ വൈദികരും ഉണ്ട്, അല്ലാത്ത സാധാരണ വൈദികരും ഉണ്ട്. അതെല്ലാവർക്കും അതിനെക്കുറിച്ച് അറിയില്ല. ഈ നാട്ടുപട്ടം എന്ന് പറയും സാധാരണ വൈദികരെ. സന്യാസ വൈദികരെന്ന് പറഞ്ഞാൽ ഇപ്പോൾ CMIക്കാർ, ഡോൺ ബോസ്കോ, കപ്പൂച്ചിൻ, അവർ സന്യാസം ജീവിക്കുന്നവരാണ്, മറ്റൊരു സന്യസ്തരല്ല. നമ്മൾ പള്ളിയിൽ കാണുന്ന സാധാരണ അച്ഛന്മാരും ബിഷപ്പും ഒന്നും സന്യസ്തരല്ല. അപ്പം അതുകൊണ്ട് തന്നെ ഈ വൗ ഓഫ് പോവേർട്ടി ഈ സന്യസ്തരല്ലാത്ത അച്ഛന്മാർക്കില്ല. അപ്പോൾ കോളേജിൽ സെൻറ്റ് തോമസ് കോളേജിൽ പഠിപ്പിക്കുന്ന അച്ഛന്മാർ, അവരുടെ ശമ്പളം മുഴുവൻ അവർക്ക് എടുക്കാം. പിന്നീട് അടുത്ത കാലത്ത് ബിഷപ്പ് അതിൽ നിന്ന് ഒരു വിഹിതം തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ചെറിയൊരു സംഖ്യ അവർ കൊടുക്കും. ബാക്കി അവർക്ക് കിട്ടുന്ന പണം മുഴുവനും അവർക്ക് സ്വന്തമാക്കാം. അപ്പം അതുകൊണ്ടാണ് പലർക്കും പല സംശയങ്ങളും വരുന്നത്. ഇപ്പോൾ കുറവിലങ്ങാട് സിസ്റ്റേഴ്സിന് 1 ഏക്കർ ഭൂമി തരാമെന്ന് ഒരു CMC ഫാദറാണ് പറഞ്ഞത്. നിങ്ങൾ അവിടെ പോയി മഠം സ്ഥാപിച്ച് നിങ്ങൾ സ്വസ്ഥമായി ജീവിച്ചോളൂ, ഈ സമരത്തിൽ നിന്ന് പിൻവാങ്ങൂ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ചർച്ചയിൽ വന്നപ്പോൾ അത് ബിഷപ്പ് അല്ലേ കൊടുക്കണേന്ന് ചോദിച്ചു, മറ്റേ ഫ്രാങ്കോ ബിഷപ്പ് അല്ലേ കൊടുക്കണേന്ന് ചോദിച്ചപ്പോൾ അല്ല അത് CMI അച്ഛൻ സ്വന്തം മനസ്സാലെ കൊടുക്കുന്നതാന്ന്. അപ്പം ഞാൻ ആ ചർച്ചയിൽ പറഞ്ഞു, ഒരിക്കലും CMI അച്ഛന് ഒരു സ്വത്തുണ്ടാവാൻ പാടില്ല. ഇല്ലാത്ത സ്വത്ത് എങ്ങനെയാണ് അച്ഛൻ കൊടുക്കുക? ആ 1 ഏക്കർ ഭൂമി കൊടുക്കാൻ പറ്റില്ല, പാടില്ല. കാരണം അച്ഛൻ്റെ പേരിൽ രഹസ്യമായിട്ടൊക്കെ സ്വത്ത് വെക്കുന്നുണ്ടെങ്കിൽ തെറ്റാണ്, വെക്കാൻ പാടില്ല അവർക്ക്. അപ്പോൾ അത് പറഞ്ഞപ്പോഴാണ് ചർച്ച ഒന്ന് ഉരുത്തിരിഞ്ഞത്. പിന്നെ അച്ഛനെ കൊടുത്തതെന്ന് മിണ്ടുന്നില്ല, CMI അച്ഛൻ്റെ വകയാണ് കൊടുത്തതെന്ന്. കാരണം അതിൻ്റെ പുറകിൽ ഫ്രാങ്കോ മെത്രാനാണ്. അപ്പോൾ കുറേ തെറ്റിദ്ധാരണകൾ മനുഷ്യർക്ക് ഇങ്ങനെ വരുന്നുണ്ട്. ഈ നാട്ടുപട്ടം അച്ഛന്മാർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ പൈസ മുഴുവനും ശേഖരിച്ച് വെക്കും. അവരുടെ പേരിൽ സ്വത്തും സ്ഥലങ്ങളും ഒക്കെ വെച്ചിട്ട് മരണനേരമാകുമ്പോൾ അവരുടെ മരണത്തിനെ സഹായിക്കാനല്ല ബന്ധുക്കൾ ചുറ്റും കൂടുക. ആ പണം കിട്ടാനുള്ള വഴികളിൽ തല്ലായിരിക്കും. എല്ലാ അച്ഛന്മാർക്കും മരണസമയത്ത് വലിയ വിഷമമാണ്. അച്ഛൻ്റെ മരണം നോക്കാൻ ആർക്കും തയ്യാറല്ല, അച്ഛനെ ശുശ്രൂഷ കൊടുക്കാനായിട്ട്. അപ്പോൾ അത് നമുക്കൊരു ദയനീയമായ കാഴ്ചയാണ്. പണത്തിന് വേണ്ടി വീട്ടുകാർ തല്ലുണ്ടാക്കി ഈ അച്ഛനെ സമാധാനത്തിൽ മരിക്കാൻ അനുവദിക്കാത്ത പല സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ സന്യാസ അച്ഛന്മാർക്ക് സന്യാസിനികളെപ്പോലെ സ്വന്തമായി ഒന്നും ഓൺ ചെയ്യാൻ പാടില്ല. അതുകൊണ്ടാണ് നമ്മൾക്ക് സിസ്റ്റർ ലൂസി കളപ്പുരയ്ക്കൽ കാറ് വാങ്ങി ആളുടെ പേരിൽ വാങ്ങി എന്നൊക്കെ പറയുമ്പോൾ അത് ഒരു ചെറിയ തോതിൽ നമുക്ക് വിഷമമുണ്ടാക്കണത് ആളുടെ പേരിൽ വാങ്ങാൻ പാടില്ലായിരുന്നു. പക്ഷേ സിസ്റ്റർ ലൂസി പറയുന്നത് ആ സിസ്റ്റം അല്ലെങ്കിൽ ആ നിയമങ്ങൾ പൊളിച്ചെഴുതണം. എന്തുകൊണ്ട് കന്യാസ്ത്രീക്ക് പാടില്ല, അച്ഛന്മാർക്ക് പാടും? ആ ഒരു അർത്ഥത്തിലാണ് സിസ്റ്റർ ചോദ്യം ചെയ്യുന്നത്. സിസ്റ്ററിൻ്റെ ആ പക്ഷത്തിൽ ഞാനും നിൽക്കുന്നു. അകത്ത് നിന്ന് തന്നെ ചോദ്യം ചെയ്യുന്ന ധീരത എനിക്കുണ്ടായില്ല. എനിക്ക് പുറത്തിറങ്ങിയിട്ട് എന്തെങ്കിലും സംസാരിക്കാൻ പറ്റുള്ളൂ. CMCക്കാർ അത് അനുവദിക്കുകയില്ല അകത്ത് നിന്ന് ചോദ്യം ചെയ്യാൻ. ഞാൻ അകത്ത് ചോദ്യം ചെയ്തെങ്കിലും അകത്തു നിന്ന് പുറത്തേക്ക് ചോദ്യങ്ങൾ വിടാനായിട്ടോ മീഡിയ വഴി സംസാരിക്കാനോ ഒന്നും ഞങ്ങൾക്ക് അനുവാദമില്ല. അവർ ക്ലാരക്കാരാണ്. എന്നാലും സിസ്റ്റർ ചെയ്തത് ഭയങ്കര ധീരതയായിട്ട് തോന്നുന്നു. അപ്പോൾ ഈ വ്യത്യാസങ്ങൾ ഒക്കെ ലോകത്തിലുള്ളവർ മനസ്സിലാക്കി വെക്കാത്തതാണ് ഒരു സങ്കടം. അതുപോലെ തന്നെ ഞങ്ങളുടെ വ്രതം, ഈ അച്ഛന്മാർക്ക് തിരുപ്പട്ടം കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു കൂദാശയാണ്, വലിയ കാര്യമാണ്. 7 സാക്രമെൻറ്റ്സിൽ ഒരു സാക്രമെൻ്റാണ് തിരുപ്പട്ടം. തിരുപ്പട്ടം ബാർ വിവാഹം എന്നാണ് ഞങ്ങളെ പഠിപ്പിക്കുക കൂദാശകൾ പഠിപ്പിക്കുമ്പോൾ. അപ്പോൾ തിരുപ്പട്ടവും വിവാഹവും കൂടി ഒരുമിച്ച് കൊണ്ട് നടക്കുന്നുണ്ടല്ലോ കുറേ പേരെന്നൊക്കെ ഞങ്ങൾ തമാശയും പറയാറുണ്ട്. പക്ഷേ ഞങ്ങൾ കന്യാസ്ത്രീയാകുന്ന കർമ്മം വലിയ തോതിൽ വിവാഹം പോലെയൊക്കെയാണ് ചെയ്യുക. പബ്ലിക്കിനൊക്കെ വിളിച്ചു വരുത്തി ഞങ്ങൾ വ്രതം എടുക്കുന്നത്, വീട്ടുകാർ വരലേ, ആകെ ഒരു വലിയ സീനാണ്. പക്ഷേ ഞങ്ങളുടേത് കൂദാശയല്ല. ഇതാണ് സ്ത്രീകളെ ഏറ്റവും ഇടിച്ചു താഴ്ത്തുന്നത് മഠങ്ങളിലും സഭയിലും സഭയുടെ സന്യാസ ഭവനങ്ങളിലൊക്കെയാണ്. സ്ത്രീക്ക് ഒരു പ്രാധാന്യം കൊടുക്കുന്നില്ല. ഏറ്റവും ഉച്ചനീചത്വം അനുഭവിക്കുന്നത് പുറമേ അല്ല അകത്താണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ കന്യാസ്ത്രീകൾ അനുഭവിക്കുന്ന വിവേചനം അത് വലിയ സങ്കടമുള്ള കാര്യമാണ്. അത് കല്യാണങ്ങളുടെ കാര്യം ആലോചിക്കുമ്പോൾ എൻ്റെ ആങ്ങളമാരുടെയും അനിയത്തിമാരുടെയും ഒക്കെ വിവാഹത്തിന് എനിക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല. അതേസമയം ഒരു ബന്ധമില്ലാത്ത അച്ഛനോ ഏതെങ്കിലും ചെറിയ ബന്ധമുള്ള അച്ഛനോ അല്ലെങ്കിൽ അടുപ്പമുള്ള അച്ഛനോ ആ വിവാഹത്തിന് പങ്കെടുക്കാം. കാരണം അവരാണല്ലോ വിവാഹം കൂദാശ ചെയ്യുന്നത്. അവർക്ക് സദ്യയിലും പങ്കെടുക്കാം, എല്ലാ സന്തോഷത്തിലും പങ്കെടുക്കാം. കന്യാസ്ത്രീകളാകുമ്പോൾ ഈ വേർതിരിവ് വന്നു.
അവർ ഞങ്ങൾ എപ്പോഴെങ്കിലും പോകുന്നുണ്ടെങ്കിൽ മരണാവശ്യത്തിന്, അതും എല്ലാ മരണങ്ങൾക്കും വിടില്ല, വളരെ അടുത്ത ബന്ധമുള്ള മരണങ്ങൾക്ക് മാത്രമാണ് അനുവാദമുള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് 1-2 മരണങ്ങൾ ഞങ്ങളുടെ തറവാട്ടിലുണ്ടായപ്പോൾ ഞാൻ ചെല്ലുന്നിടത്ത് ഞാൻ കരയുന്നു, അവരും കരയുന്നു. കണ്ണീരിൻ്റെ കാഴ്ചകൾ മാത്രമേ ഞങ്ങൾക്കുള്ളൂ. സന്തോഷമുള്ള എത്രയോ സംഭവങ്ങൾ നടന്നു, പക്ഷെ അതിനൊന്നും ഞങ്ങൾക്ക് പോകാൻ അനുവാദമില്ല. എന്നാൽ അച്ഛന്മാർക്ക് പോകാം. അപ്പം ഇങ്ങനത്തെ ഈ വേർതിരിവ്, ഈവൻ തിയേറ്ററുകളിൽ സിനിമ കാണാനായിട്ട് പോകുമ്പോൾ ഞങ്ങൾക്ക് ഫിലിം ഫെസ്റ്റിവൽ IFFT ആരംഭിക്കുമ്പോൾ തുടങ്ങി ഞാൻ IFFTയുടെ കൂടെയുണ്ട്. തൃശ്ശൂർ ഫിലിം ഫെസ്റ്റിവൽ, ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ, ചെറിയാൻ ജോസഫ്, അതിൻ്റെ ആരംഭം തുടങ്ങി ഇന്ന് വരെ ഞാൻ IFFTയുടെ കൂടെയുണ്ട്. പക്ഷെ അന്ന് കാലത്തൊക്കെ കന്യാസ്ത്രീ ഉടുപ്പിലാണ്. അപ്പോൾ പലപ്പോഴും IFFTയുടെ ഫിലിമിനെ അതിൻ്റെ അംഗം എന്നുള്ള നിലയ്ക്ക് പോകാറുണ്ട്. ആ പോകുമ്പോൾ ഞാൻ കന്യാസ്ത്രീ ഉടുപ്പിലാണ് പോകുന്നത്. ഫാദർ ബെന്നിയും മറ്റും വരുന്നത് ഓർഡിനറി ഡ്രസ്സ്. അപ്പോൾ എല്ലാവരും പറയും സിസ്റ്റർ വലിയൊരു സാക്ഷ്യമാണ് ചെയ്യുന്നതെന്ന്, തിയേറ്ററിലേക്ക് കന്യാസ്ത്രീ ഉടുപ്പിൽ പോകുന്നത്. പക്ഷേ അതൊക്കെ വലിയ ചോദ്യം ചെയ്യപ്പെട്ട കാര്യങ്ങളായി. എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നു, മീഡിയയിലൂടെ യൂത്തിനെ നമുക്ക് ഒരുപാട് സഹായിക്കാൻ പറ്റും. പക്ഷേ ആ മീഡിയയിലേക്ക് സിസ്റ്റേഴ്സിനെ വിട്ടില്ലെങ്കിൽ അവരെങ്ങനെ യൂത്തിനെ ഗൈഡ് ചെയ്യും? ഞാൻ ഇടയ്ക്കും തലയ്ക്കൊക്കെ കാണുന്ന സിനിമകളിലൂടെ ഒരുപാട് എൻ്റെ ക്ലാസ് ഇൻട്രസ്റ്റിംഗ് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ തൃശ്ശൂർ ലൈബ്രറിയിൽ പോയാൽ അവിടെ ഇരിക്കുന്നൊരു കുട്ടി എൻ്റെ സ്റ്റുഡൻ്റാണ്. അവൾ പറയുകയാണ്, ഞാൻ വിവാഹം കഴിഞ്ഞതിന് ശേഷമാണ് പഠിക്കാൻ വന്നത്. പല സിസ്റ്റേഴ്സിനും എന്നെ ഒരു ഇഷ്ടമില്ല, കാരണം കന്യാസ്ത്രീയാക്കാൻ പറ്റില്ലല്ലോ, കല്യാണം കഴിഞ്ഞിട്ടല്ലേ വരുന്നത്. പക്ഷേ സിസ്റ്റർ ജസ്മി മാത്രം എന്നോട് വളരെ സ്നേഹത്തോടെയാണ് പെരുമാറിയെന്ന്. അതിനോട് കൂടെ അവൾ പറഞ്ഞത്, മറ്റ് ക്ലാസ്സുകളിലൊക്കെ ഞാൻ ഉറങ്ങിയാലും സിസ്റ്ററിൻ്റെ ക്ലാസ്സിൽ ഉറങ്ങില്ല. കാരണം എന്താണ്, സിസ്റ്റർ അതും സിനിമയും ഒക്കെ ബന്ധിപ്പിച്ച് ക്ലാസ് എടുക്കുമ്പോൾ പറയുന്നു. അപ്പോൾ പല കാര്യങ്ങളും നമുക്ക് സിനിമകളിലൂടെ കുട്ടികളെ പഠിപ്പിക്കാനുണ്ട്. അപ്പോൾ അങ്ങനെ പഠിപ്പിക്കണമെങ്കിൽ ഞങ്ങൾ സിനിമ കാണണ്ടേ? മീഡിയ ഞങ്ങൾക്ക് നിഷിദ്ധമാക്കുക. അതിനുശേഷം ശാലോം കാണാം, പള്ളി പ്രാർത്ഥനകളും പള്ളി ചാനലുകളും കാണാം. ഇപ്പോൾ ഞാൻ സന്യാസത്തെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് പറയാനുള്ളത്, ആദ്യമൊക്കെ ഏകാന്ത സന്യാസമായിരുന്നു. ഏകാന്ത സന്യാസം എന്ന് പറഞ്ഞാൽ, പണ്ട് തൂണുമ ശമയോ എന്ന് പറഞ്ഞൊരു പുണ്യാളനുണ്ട്. തൂണുമ കയറിയിരുന്നിട്ട് അദ്ദേഹം പ്രാർത്ഥിച്ച് പുണ്യാളനായി. തൂണുമ ശമയോ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അല്ലെങ്കിൽ മലകളുടെ മുകളിൽ കയറിയിട്ട് അവിടെ സന്യസിക്കുന്ന ആളുകൾ, മലമുകളിൽ, അത് നമുക്ക് ഹിന്ദു സന്യാസികളെയൊക്കെ അറിയാലോ, ഗുഹകളിൽ, അങ്ങനെയുള്ള ഏകാന്ത സന്യാസമാണ് ആദ്യകാലങ്ങളിൽ നടത്തിയിരുന്നത്. പിന്നെ ഒരു സെയിൻറ്റ് ആൻ്റണി വന്നിട്ടാണ് ഈ സന്യാസിമാരെയൊക്കെ കൂട്ടിയിട്ട് സംഘാത സന്യാസം, ഗ്രൂപ്പ്, കമ്മ്യൂണൽ അങ്ങനെ ആക്കി തീർത്തത്. അത് തുടക്കത്തിലൊക്കെ നല്ല അതിന് സ്പിരിറ്റ് ഉണ്ടായിരുന്നു, നല്ല ആവേശമുണ്ടായിരുന്നു. ആരാണ് ഓരോ സഭ തുടങ്ങുന്നത്, അല്ലെങ്കിൽ സന്യാസ സഭ തുടങ്ങുന്നത്, അവരുടെ ആ ആവേശമൊക്കെ ഉൾക്കൊണ്ട അനുയായികളായിരുന്നു ആദ്യകാലങ്ങളിലുണ്ടായിരുന്നത്. നമുക്കറിയാം, ഇപ്പം മദർ തെരേസ തന്നെ ഉള്ള ആ കോൺഗ്രിഗേഷൻ പിന്നീട് സിസ്റ്റർ നിർമ്മലയുടെ കാലത്തും കൂടി ആ ചൊടി അല്ലെങ്കിൽ ആ സ്പിരിറ്റ്, ഐശ്വര്യം നിലനിന്നു. അതിനുശേഷം എന്താണ് സ്ഥിതി എന്നുള്ളത് കണ്ടു കാണണം. ഞാൻ അതിനെക്കുറിച്ചൊക്കെ കുറച്ച് വിമർശാത്മകമായി ചിന്തിക്കാൻ തുടങ്ങിയത് ഡൽഹിയിൽ ഞാൻ പോയപ്പോൾ അവിടെ 2 മദർ തെരേസ കന്യാസ്ത്രീകളുണ്ടായിരുന്നു. അപ്പോൾ കുറേയേറെയൊക്കെ ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങിയത്, ഇവർക്കൊക്കെ ഈ സ്പിരിറ്റ് കിട്ടിയിട്ടില്ലല്ലോ മദർ തെരേസയുടെ, അങ്ങനെ ഒരു ദുഃഖം നമുക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഈ സംഘാത സന്യാസം ആയതിനു ശേഷമാണ് ഞങ്ങൾ CMI CMC ഞങ്ങളുടെ സന്യാസം തുടങ്ങിയപ്പോൾ ഒരു എലീശോമ്മ എന്ന് പറഞ്ഞ ഒരു സ്ത്രീയും ആ സ്ത്രീയുടെ മകളും കൂടി വന്നിട്ടാണ് സന്യാസം ആരംഭിച്ചത്. എന്ന് വെച്ചാൽ ഞങ്ങളുടെ സന്യാസം ആരംഭിച്ചതിന് തുടക്കക്കാരി ഒരു വിവാഹിതയായിരുന്നു, ഒരു അമ്മയും മോളും കൂടിയാണ് വന്നത്. ഇപ്പോൾ വിവാഹം നിഷിദ്ധമാണ്. പക്ഷെ അങ്ങനെ വന്നിട്ടുള്ള അത് ഞങ്ങളുടെ പൂർവികരെ അല്ലെങ്കിൽ സന്യാസം തുടങ്ങിയ CMC തുടങ്ങിയവരെ കുറിച്ച് ഞങ്ങൾ ആലോചിക്കുമ്പോൾ അത് വിവാഹിതയായൊരു സ്ത്രീയായിരുന്നു എലീശോ അമ്മ. അപ്പോൾ ഇതൊക്കെ ഒരു ചെറിയ തമാശകൾ. കാരണം ഇവിടെ തൃശ്ശൂർ തന്നെ എൻ്റെ അമ്മയുടെ നാത്തൂൻ കല്യാണത്തിന് ശേഷം കന്യാസ്ത്രീയാവാൻ ആദ്യം ആഗ്രഹിച്ചു, വീട്ടുകാർ പറഞ്ഞ് കല്യാണം കഴിപ്പിച്ചു. അതിനുശേഷം വീണ്ടും കന്യാസ്ത്രീയായിട്ട് വന്നപ്പോൾ ഭർത്താവ് മരിച്ചുപോയി. എന്നിട്ട് മഠത്തിൽ ചേരാൻ ആഗ്രഹിച്ച്
മാർപ്പാപ്പയ്ക്ക് എഴുതി, മാർപ്പാപ്പ അനുവാദം തന്നിട്ട് തൃശ്ശൂർക്കാരെടുത്തില്ല. തൃശ്ശൂർ മൂരാച്ചിത്തരം ഉള്ളതുകൊണ്ട് തൃശ്ശൂർക്കാർ ആ സിസ്റ്ററെ സ്വീകരിച്ചില്ല. എറണാകുളത്താണ് സിസ്റ്ററായിട്ട് പിന്നീട് 1ഉം 2ഉം പ്രാവശ്യമൊക്കെ മതപ്രൊവിൻഷ്യലുമായി തിരഞ്ഞെടുക്കപ്പെട്ടു. നല്ലൊരു സിസ്റ്ററായിരുന്നു. വിവാഹം കഴിച്ചു എന്നുള്ളത് ആ സിസ്റ്റർക്ക് ഒരു നെഗറ്റിവിറ്റിയായി വന്നില്ല. അപ്പോൾ ഈ ഏകാന്ത സന്യാസം സംഘാത സന്യാസമാക്കിയിട്ട് വർഷങ്ങളായി, കുറേ കാലങ്ങളായി. ഇപ്പോൾ ഏതൊരു പ്രസ്ഥാനത്തെ പോലെ അതും ചീഞ്ഞഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞാനൊക്കെ കണ്ട് മനസ്സിലാക്കിയ ആ ചീഞ്ഞ ഭാഗങ്ങൾ കണ്ണുകൊണ്ട് കണ്ട് വിഷമിച്ചത് കൊണ്ട് ഞാനിപ്പോൾ അവിടുന്ന് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞ് പുറത്ത് വന്നിരിക്കുകയാണ്. പലരും എന്നോട് പറയും, സിസ്റ്ററെ കണ്ട് അസൂയപ്പെടുന്ന ഒരുപാട് സിസ്റ്റേഴ്സ് ഇപ്പോഴും മഠങ്ങളിലുണ്ട്. അവർക്ക് രക്ഷപ്പെടാൻ പറ്റിയില്ലല്ലോ. രക്ഷപ്പെടാനുള്ള തടസ്സങ്ങൾ 1 സമൂഹം, 2 കുടുംബം, 3 അല്ലെങ്കിൽ 1 എന്ന് പറയാം, 3നെ ഫൈനാൻസ്. ഇവർ ചെയ്യുന്ന ജോലി അവിടെ ശമ്പളമോ, അല്ലെങ്കിൽ ഞങ്ങളാരും ശമ്പളം വാങ്ങാറില്ലല്ലോ. പ്രിൻസിപ്പലായ ഞാൻ പോലും 1 രൂപ പോലും ശമ്പളം വാങ്ങിയിട്ടില്ല. എല്ലാം അത് സംഘം എടുക്കുകയാണ് ചെയ്യുക. ഞങ്ങൾക്ക് ആവശ്യമുള്ളത് തരാം, ഒരേ കഞ്ഞി പ്രിൻസിപ്പലിനും അവിടെയുള്ള എല്ലാ സിസ്റ്റേഴ്സിനും ഒരേ കഞ്ഞി തന്നെ എന്ന് പറയുന്നത് പോലെയാണ്. അതിനൊന്നും നമുക്കൊരു വിരോധമില്ല കേട്ടോ. പക്ഷേ ആ ഒരു സന്യാസം അതിൻ്റെ ഉള്ളിൽ ചെയ്തുകൊണ്ടിരിക്കലെ രക്ഷപ്പെട്ട് പോരാൻ യാതൊരു നിർവാഹവും ഇല്ല. ഒരുപാട് പേര് അതിൻ്റെ അകത്ത് രക്ഷപ്പെടാൻ ആഗ്രഹിച്ചവരുണ്ട്. ചിലർ കുളത്തിലോ കിണറിലോ രക്ഷപ്പെടുന്നു, ചിലർ ഇറങ്ങിപ്പോകുന്നു. പലപ്പോഴും ഒരു ആശാരിയുടെ കൂടെയോ അല്ലെങ്കിൽ സെക്യൂരിറ്റിയുടെ കൂടെയോ അല്ലെങ്കിൽ പാല് കറക്കാൻ വരുന്ന കറക്കാരൻ്റെ കൂടെയോ ഒക്കെയാണ് ഈ സിസ്റ്റേഴ്സ് രക്ഷപ്പെടുന്നത്. ഇലക്ട്രീഷ്യൻ്റെ കൂടെ. അവരൊന്നും അങ്ങനെ പോകേണ്ടവരല്ല. ഞാൻ തരം താത്തി പറയല്ല, അവരൊന്നും തരം താഴ്ന്നവരാണെന്ന് പറയല്ല. പക്ഷേ ഈ സിസ്റ്റർ മര്യാദയ്ക്ക് കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ആ സിസ്റ്ററിൻ്റെ പഠിപ്പിനനുസരിച്ചുള്ള ഒരു പാർട്ട്ണറെ കിട്ടുന്നതിന് പകരം ഏതെങ്കിലും ഒരു പുരുഷനായി കിട്ടിയാൽ മതി അവിടെ നിന്ന് രക്ഷപ്പെടാനെന്ന് പറഞ്ഞ് ചാടിക്കയറി പിടിച്ച് ഇങ്ങനെ ആരെങ്കിലും കൂടെ പോകുന്ന എത്രയോ പേരുണ്ട്. അവർ രക്ഷപ്പെടാനുള്ള ഒരു പിടിവള്ളിയായിട്ടാണ് ഈ വ്യക്തികളെ കാണുന്നത്. അപ്പോൾ ഇങ്ങനെ രക്ഷപ്പെട്ട് പോരുന്നു. ഇപ്പോഴും മഠത്തിൽ ചേരുന്നവരുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. ഒരു ചർച്ച വന്നപ്പോൾ ഫാദർ പോൾ തേലക്കാട്ട് പറഞ്ഞത് അത് വീടുകളിലൊക്കെ, ഒന്നാമത്തെ കാരണം വീടുകളിലെ എണ്ണം കുറഞ്ഞു, രണ്ടാമത്തത് എല്ലാവരും സുഖലോലുപരായി. അപ്പോൾ സന്യാസം ജീവിക്കാൻ ത്യാഗ മനോഭാവം ഇല്ലാതെ പോയി. ഇപ്പോൾ ചർച്ച വന്ന് എൻ്റെ അടുത്ത് എത്തിയപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ കാരണങ്ങൾ പറയും. ഒന്നാമത്തെ കാരണം അഭയ കൊലക്കേസ്. അഭയ കേസ് അകത്ത് വെച്ച് നടന്നതാണ്, മഠത്തിനകത്ത്. അപ്പോൾ മഠത്തിനകത്ത് നടന്ന ആ കേസ് അറിഞ്ഞ ഒരാളും അവരുടെ മകളെയോ അവരുടെ പെങ്ങളെയോ ഈ സന്യാസത്തിന് വിടില്ല. അപ്പോൾ അത് ഒരു കാരണം. രണ്ടാമത്തെ കാരണം ആമേൻ എന്ന് പറഞ്ഞ എൻ്റെ പുസ്തകമാണ്. അത് വായിച്ചവർ ആരും ഇതുപോലെ അവരുടെ വീട്ടുകാരെ സന്യാസത്തിന് വിടില്ല. മൂന്നാമത്തെ കാരണം അച്ഛൻ പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഞാൻ പറഞ്ഞത്. അതിനുള്ളിൽ സന്യാസം ഇല്ല. സന്യാസം ആഗ്രഹിക്കുന്നവർക്ക് ചെല്ലുമ്പോൾ അവിടെ സന്യാസം കാണണ്ടേ? പറഞ്ഞത് അവിടെ ഇല്ല. അവിടെയാണ് ഇപ്പോൾ സുഖലോലുപത നിറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ ആകെ അളിഞ്ഞ ഒരവസ്ഥയായിരിക്കുന്നത്. അപ്പോൾ ശരിയായ സന്യാസം ആഗ്രഹിച്ച് ചെല്ലുന്നവർക്ക് അവിടെ സന്യാസം കാണാനില്ല. ഞാൻ ഇതിനെ സെയിൻറ്റ് ബെനഡിക്റ്റിനെ ഓർത്തു പോവുകയാണ്. സെയിൻറ്റ് ബെർണാഡ്, ബെനഡിക്റ്റ് അല്ല കേട്ടോ, സെയിൻറ്റ് ബെർണാഡ് എന്നും പെങ്ങൾ ഹമ്പലിൻ്റെ കൂടെ ടെറസിൻ്റെ മുകളിൽ പോയിട്ട് അസ്തമയ സൂര്യൻ, അത് സൺസെറ്റ് കണ്ട് ആസ്വദിക്കാറുണ്ട്. ആ പെങ്ങളും ഇരിക്കാറുണ്ട്. കുറേ നാൾ കഴിഞ്ഞ് ഒരു ദിവസം സൺസെറ്റ് കഴിഞ്ഞപ്പോൾ ഈ സെയിൻറ്റ് ബെർണാഡ് പറഞ്ഞു പെങ്ങളോട്, ഞാൻ സന്യസിക്കാൻ പോവുകയാണെന്ന്. അവൾ ആകെ കരച്ചിലായി. ദൈവമേ, ഇനി എന്നാ നമ്മളിങ്ങനെ സൺസെറ്റ് കണ്ട് ആസ്വദിക്കുക? അപ്പോൾ ബെർണാഡ് പുണ്യാളൻ പറഞ്ഞു, ഞാൻ ഈ സൺസെറ്റ് വരയ്ക്കുന്ന കലാകാരനെ തേടിയാണ് പോകുന്നതെന്ന്. അതൊരു പോസിറ്റീവാണ് ആ വാചകം. ഈ കല, ഈ ആകാശത്ത് എല്ലാ ദിവസവും ഈ സായം സന്ധ്യയിൽ വരയ്ക്കുന്ന ആ കലാകാരനെ തേടിയാണ് ഞാൻ പോകുന്നത്, ഈശ്വരനെ തേടി എന്നുള്ള അർത്ഥം. പക്ഷെ ഞാൻ പറയുന്നു, ഇന്ന് സെയിൻറ്റ് ബെർണാഡ് വന്നാൽ സന്യാസ ഭവനങ്ങളിൽ ചെന്നിട്ട് പറയും, എല്ലാവരും പുറത്തിറങ്ങും, ഈ കലാകാരനെ ഇനി കാണേണ്ടത് പുറത്താണ്. പുറത്തുള്ള ലോകത്ത് കർഷകനെ നോക്കൂ, അവിടെ കാണൂ ഈ ദൈവത്തെ. ഈ സൺസെറ്റ് നോക്കൂ, അവിടെ കാണൂ ഈ ദൈവത്തെ.
ഈ ലോകത്ത് ചുറ്റി നടക്കുമ്പോൾ അവിടെ കാണും ദൈവത്തെ. നിങ്ങൾ കാണുന്ന ഈ ഫ്രഷ് എയർ ഇല്ലാത്ത മൂടി പുതച്ചിരിക്കുന്ന ഈ അകത്ത് കെട്ടുപോയിരിക്കുകയാണ്, നശിച്ചു പോയിരിക്കുകയാണ്. ഇവിടെയല്ല ഇപ്പോൾ ഇനി ഈശ്വരനെ കാണുക, ഈശ്വരനെ പുറത്ത് കാണുക. ഇതിനെക്കുറിച്ചൊരു കഥ പോലെ പറയുന്നുണ്ട്. കുർബാന നടന്നുകൊണ്ടിരിക്കുകയാണ്, കറുത്ത വർഗ്ഗക്കാരൻ പുറത്ത് നിൽക്കുകയാണ്, അയാൾക്ക് അകത്ത് കിടക്കാൻ പാടില്ല, അവർക്ക് വേറെ പള്ളിയൊക്കെയാണ്. അപ്പോൾ അത് പുറത്ത് നിൽക്കുമ്പോൾ കൂടെ ഒരാളും കൂടി വന്ന് നിന്നു. അയാൾ കറുത്ത മനുഷ്യനൊന്നും ആയിട്ട് തോന്നിയില്ല. അപ്പോൾ നിങ്ങളെന്താ അകത്ത് കിടക്കാത്തേ? അപ്പോൾ ആൾ പറഞ്ഞു എനിക്കും അകത്ത് കിടക്കാൻ അനുവാദമില്ല. അപ്പോൾ നിങ്ങളാരാ? ഞാൻ ജീസസ്. ജീസസിൻ്റെ കുർബാന അകത്ത് ചെയ്യുന്ന പുരോഹിതർ, അവിടെ ജീസസ് കടക്കുന്നില്ല, കാരണം ജീസസിനെ കടക്കാൻ പറ്റില്ല. ഞാനിപ്പോൾ വിശുദ്ധ കുർബാന കണ്ടിട്ട് ഒരുപാട് കാലമായി. എനിക്കതൊരു നാടകമായിട്ടാണ് ഇപ്പോൾ തോന്നുന്നത്. കാരണം അതിൻ്റെ ഒരു ആവശ്യമില്ല. ഞാൻ അകത്ത് കയറി ചിലപ്പോൾ എല്ലാ കല്യാണങ്ങൾക്ക് പോകുമ്പോൾ കുർബാന കഴിഞ്ഞിട്ടാവും. അപ്പോൾ നമ്മൾ എറണാകുളത്താണ്, അപ്പോൾ എല്ലാവരും വണ്ടിയിൽ പോയി അവിടെ ചെന്ന് കുർബാന കാണണം. വെയിലൊന്നും ഇടില്ല, ഞാൻ ഈ വിഷത്തിലാണല്ലോ. അപ്പം ഞാനിങ്ങനെ നോക്കി, നാടകം കാണുന്ന പോലെ നോക്കി നിന്നിട്ട് ഞാൻ ഈശോയോട് ചോദിക്കും, ഈശോയെ നിനക്ക് സന്തോഷമാണോ ഈ നാടക കസർത്ത് കണ്ടിട്ട്? ഈശോയ്ക്ക് സന്തോഷമാണോ? ഒരിക്കലുമല്ല. ഈശോ പോലും അകത്ത് കിടക്കാത്ത പള്ളികളായി മാറി. ഈ കൂദാശകൾ എന്നൊക്കെ പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന അർത്ഥങ്ങളൊക്കെ ഇല്ലാതെ ലോപിച്ച് പോയി. അതുകൊണ്ട് എന്നോട് കുർബാന കാണാറില്ലേ എന്ന് ചോദിച്ചാൽ പറയാം, ഈശോ എൻ്റെ ഫ്ലാറ്റിൽ വന്ന് കുർബാന ചൊല്ലിത്തരുന്നുണ്ട്. അത് മതിയല്ലോ. വെറുതെ ഈ പള്ളിയിൽ പോയി ഞാൻ പറയും അച്ഛന്മാരുടെ മൂഡ് കണ്ടിട്ട് കുർബാന കാണണമെന്നൊന്നും നിർബന്ധമില്ലല്ലോ. ആ സാന്നിധ്യം നമുക്ക് കിട്ടാനായിട്ട് നമ്മൾ അതിൻ്റെ സത്ത പോയി കുളിപ്പിച്ച് കുട്ടിയില്ലാതെയായി എന്ന് പറഞ്ഞ ഒരു ഗതികേടിലേക്കാണ്. അതുകൊണ്ടാണ് പുറത്തിറങ്ങിയിട്ട് അന്ന് ജയ്പൂർ പോയപ്പോൾ കുറേ യൂത്താണ് വന്നത്. അപ്പോൾ ഞാൻ പ്രസംഗിച്ചു, ഞാനൊരു 3-ാം പാത പ്രഖ്യാപിക്കുകയാണ്, ദ തേർഡ് വേ ഓഫ് ലൈഫ്. അന്ന് കാലത്ത് ഞാൻ സന്യാസത്തിലേക്ക് ചേർന്ന കാലത്ത് എനിക്ക് ഇങ്ങനെ ഒരു തേർഡ് വേ ഓഫ് ലൈഫിൽ നിൽക്കാൻ പറ്റില്ലായിരുന്നു. വീട്ടിൽ ഞാൻ കല്യാണം കഴിക്കാതെ നിന്നാൽ ഒന്നുകിൽ എന്നെ മഠത്തിൽ കൊണ്ടുവന്നാക്കും, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇതുപോലെ അനാശാലയിലോ എവിടെയെങ്കിലും കൊണ്ടുവന്നാക്കും. ഒരു വീട്ടിൽ ഒറ്റയ്ക്ക് നിൽക്കുക എന്നിട്ട് ആത്മീയത ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി റെയർ. ഒരു വീടുകളിലും അത് അന്നത്തെ കാലത്ത് നടക്കില്ല. പക്ഷെ ഇന്ന് ഈ 21 നൂറ്റാണ്ടിൽ എന്നെപ്പോലെ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് നിങ്ങൾക്ക് സന്യാസം ജീവിക്കാം ആഗ്രഹിക്കുന്നവർക്ക്. അതിനുവേണ്ടി മഠങ്ങളാകുന്ന റെയിൽവേ പാളത്തിൽ പോയി തലവെച്ച് കൊടുക്കണ്ട. എന്തിനാണ് അറിഞ്ഞുകൊണ്ട് ഈ പാതകത്തിന് പോണത്? അതുകൊണ്ടാണ് ഞാൻ തേർഡ് വേ ഓഫ് ലൈഫ്, 3-ാം പാത. അപ്പോൾ ഭയങ്കര കയ്യടിയായിരുന്നു അന്ന് പത്രത്തിൽ വന്ന വാർത്ത, ദ നൺ ഓതർ റോക്സ് ദി ഓഡിയൻസ് എന്നാണ് വന്നത്. ഞാൻ വെറുതെ അവരെ സുഖിപ്പിക്കാൻ പറഞ്ഞതല്ല, ഇത് ജീവിക്കാൻ പറഞ്ഞതാണ്. ദാറ്റ്സ് ക്വൈറ്റ് പ്രാക്ടിക്കൽ. തേർഡ് വേ ഓഫ് ലൈഫ്. നിങ്ങൾക്ക് ധൈര്യം വേണം, നിങ്ങൾക്ക് നന്മ ചെയ്യാനുള്ള ആഗ്രഹം വേണം, ഒരല്പം ഫൈനാൻസ് വേണം, ജീവിക്കാനുള്ള ഫൈനാൻസ് കണ്ടെത്തണം, പ്രാക്ടിക്കലായിരിക്കണം. ഒന്നുകിൽ ഒരു ജോലി, ഇപ്പോൾ എന്നെ സംബന്ധിച്ച് പെൻഷൻ, പിന്നെ പുസ്തകങ്ങളുടെ റോയൽറ്റിയൊക്കെ ഇപ്പോൾ കുറഞ്ഞു, പക്ഷെ അന്ന് അത് ഒരുവിധം റോയൽറ്റിയും കിട്ടിയിരുന്നു. അപ്പോൾ ജീവിക്കാനുള്ള അത് നമ്മൾ ഈ ലോകത്ത് ജീവിക്കല്ലേ, പ്രാക്ടിക്കലായി ചിന്തിക്കുമ്പോൾ ഫൈനാൻസ് വേണം. അതും ഫൈനാൻസും ധൈര്യവും, അത്യാവശ്യം ധൈര്യം, ഒറ്റയ്ക്ക് ജീവിക്കാനുള്ള ധൈര്യം, പിന്നെ നന്മ ചെയ്യാനുള്ളൊരു മനസ്സ്. നിങ്ങൾക്കൊക്കെ ഈ തേർഡ് വേ ഓഫ് ലൈഫിലേക്ക് സ്വാഗതം. കാരണം ഇത് ഞാൻ ഇപ്പോൾ പ്രഖ്യാപിക്കുകയാണ്. കുറേ പേര് വിവാഹം കഴിക്കാതെ ജീവിക്കുന്നുണ്ട്, നിരാശയിലും ജീവിക്കുന്നുണ്ട്, അത് എന്താ ഞാനിങ്ങനെ ആയിപ്പോയേ എന്നുള്ള കുണ്ഠിതത്തിൽ ജീവിക്കുന്നുണ്ട്. പക്ഷെ ഞാനിത് പ്രഖ്യാപിക്കുകയാണ്. നിങ്ങൾക്ക് മനസ്സുണ്ട് വിവാഹം കഴിക്കാൻ തക്ക പാർട്ട്ണറെ കണ്ടെത്തിയെങ്കിൽ അപ്പോൾ കഴിച്ചോളൂ. പക്ഷേ യു ക്യാൻ ഫോളോ ദിസ് തേർഡ് വേ ഓഫ് ലൈഫ്. ഇത് ഞാൻ പാർട്ട്ണറെ കണ്ടെത്താൻ നിങ്ങൾ തന്നെ കണ്ടെത്തണം എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് കാലം 30-40 വയസ്സ് വരെ പാർട്ട്ണറെ കണ്ടെത്താത്ത പെൺകുട്ടികളെയും ആൺകുട്ടികളെയും എനിക്കറിയാം, പിന്നീട് കണ്ടെത്തിയവരെയും എനിക്കറിയാം. അപ്പോൾ ഇന്നത്തെ കാലത്ത് ഇത് പോസിബിളാണ്. അപ്പോൾ അതാണ് നല്ലത് എന്നാണ് ഞാൻ പറയുന്നത്. നമ്മളിങ്ങനെ ജീസസ് മയമായി നടക്കുമ്പോൾ കമൻ്റ് അടിക്കുന്ന ചെറുക്കന്മാരെ പോലെ ചില സിസ്റ്റേഴ്സ്, അവളൊരു ഈശോയുടെ ആൾ എന്ന് പറഞ്ഞ്, അപ്പോൾ എനിക്ക് അത്ഭുതം തോന്നുന്നു, പിന്നെ ഇവരാരാ? അപ്പോൾ എന്തൊക്കെയോ ഞാനൊരു കാൽപ്പനിക ലോകത്തിലായിരിക്കാം ജീവിച്ചത്, ഒരു റൊമാൻറ്റിക് ജീവിതത്തിൽ. അത് എനിക്കിങ്ങനെ കണ്ടിന്യൂ ചെയ്തു. എനിക്കിപ്പോൾ ആരെയും പ്രണയിച്ചില്ലേ എന്നൊക്കെ പലരും ചോദിക്കും. ചിലപ്പോൾ ചില നല്ല മീശയുള്ള നല്ല ചെറുപ്പക്കാരെയൊക്കെ കാണുമ്പോൾ ഒരു പ്രണയം നമുക്ക് തോന്നും. നമ്മളും മനുഷ്യരല്ലേ.